ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ, മിടുക്കന്മാരെ, എന്തു പറയണു? ഹാപ്പി ആയിട്ടല്ലേ എല്ലാവരും? ഞാൻ എല്ലാ ദിവസവും പറയണത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കലാവും അല്ലേ? അത്രയും പ്രാധാന്യമുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്. അത് തന്നെയാണ് എല്ലാ ദിവസവും പറയുന്നത്. പിന്നെ ഗണിതം ലളിതമായിട്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ചിലരുണ്ടെന്ന് പറയുന്നത് ചിലരില്ല എന്ന് പറയുന്നത്. കുഴപ്പമില്ല, നമുക്കത് ലളിതം ഗണിതമാക്കിയെടുക്കാം. ഇനി വേണ്ടത്? ആദ്യം നമ്മൾ ഗണിതം അഥവാ മാത്തമാറ്റിക്സിനെ പേടിക്കാതിരിക്കുക. നമ്മുടെ ഫ്രണ്ടായിരിക്കണം. മാത്തമാറ്റിക്സ് നമ്മുടെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിനെ കൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തു തരുന്ന ഫ്രണ്ടാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മാത്തമാറ്റിക്സിനെ കീഴടക്കണം. അങ്ങനൊരു ആ ഒരു സ്പിരിറ്റിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് CBSE മാത്സ് ക്ലാസ് 6 ചാപ്റ്റർ 5 അണ്ടർസ്റ്റാൻഡിങ് എലിമെൻ്ററി ഷേപ്സ്, അതിൻ്റെ പാർട്ട് 3 ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് ആദ്യം ഇതുവരെ പഠിച്ചതിൻ്റെ ഒന്നുകൂടി ഒരു ചില പോയിൻറ്റ്സ് നമുക്ക് ടച്ച് ചെയ്യാം. അപ്പോൾ ലെങ്ത് ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് എൻ പോയിൻറ്റ്സിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഒരു ലൈൻ സെഗ്മെൻറ്റ് രണ്ട് എൻ പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ? അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമുക്ക് ആ ലൈൻ സെഗ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ റൗണ്ട്. വൺ ഫുൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അതിൻ്റെ ഹാഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ക്വാർട്ടർ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഈ 90 ഡിഗ്രിക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരെന്താണ്? റൈറ്റ് ആംഗിൾ. അതേമാതിരി 180 ഡിഗ്രി ഇങ്ങനെയല്ലേ ഉണ്ടാവും? നേരെ 90 ഡിഗ്രി ഇത് 90 ഡിഗ്രി. ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 180 ഡിഗ്രി, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതിനെ അപ്പോൾ അത് നമ്മളെന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് ആംഗിൾ എന്നും പറയും. ഇനി റിഫ്ലക്സ് ആംഗിൾ എന്താണ്? റിഫ്ലക്സ് ആംഗിൾ ഇവിടുന്ന് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആംഗിളും കഴിഞ്ഞിപ്പോൾ സ്ട്രെയിറ്റ് ആംഗിളും കഴിഞ്ഞ് പിന്നെയും താഴത്തേക്ക് പോകുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ളത്, ഇതാണ് റിഫ്ലക്സ് ആംഗിൾ. അതായത് 180 ഡിഗ്രി കഴിഞ്ഞ് പിന്നെയും പോകുന്നതിന് നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. പോളിഗൺസ് നമ്മളെങ്ങനെ അതിൻ്റെ പേര് കൊടുക്കുക? എത്ര സൈഡ് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് പോളിഗണിൻ്റെ പേര് കൊടുക്കുക. 3 സൈഡ്സ് ആണെങ്കിൽ നമ്മൾ ആ പോളിഗണിന് എന്ത് പേര് കൊടുക്കും? ട്രയാങ്കിൾ അല്ലേ? അതേമാതിരി 4 സൈഡ്സ് ഉണ്ടെങ്കിൽ 4 സൈഡ്സ് ഉള്ള പോളിഗണിനെ നമ്മളെന്താ പറയുക? ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. 5 സൈഡ്സ് ആണെങ്കിലോ പെൻറ്റഗൺ. 6 സൈഡ് ആണെങ്കിൽ ഹെക്സഗൺ. പിന്നെ 7 ആണെങ്കിൽ ഹെക്ടഗൺ. 8 ആണെങ്കിലോ ഒക്ടഗൺ. രസമല്ലേ? കേൾക്കാൻ രസമുള്ള പേരുകൾ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പോളിഗൺസിനെ ക്ലാസിഫൈ ചെയ്യുക. ട്രയാങ്കിൾ, ക്വാഡ്രിലേറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ. ഇനി ഈ ക്വാഡ്രിലേറ്ററലെ തന്നെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഉള്ള ക്വാഡ്രിലേറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രപ്പീസിയം. അതായത് ഒരു പെയർ നോക്കൂ, ഇത് പാരലലാണെന്ന് വിചാരിക്കാം. ഈ ക്വാഡ്രിലേറ്ററൽ ABCD. ഓക്കെ, ഇത് ഈ ലൈൻ സെഗ്മെൻറ്റ് ABയും ലൈൻ സെഗ്മെൻറ്റ് DCയും പാരലലാണ് അല്ലേ? അപ്പോൾ 1 പെയർ പറഞ്ഞാൽ 2 എണ്ണം, 2 സൈഡ് പാരലലാണ്. ഇത് ലൈൻ സെഗ്മെൻറ്റ് ADയും ലൈൻ സെഗ്മെൻറ്റ് BCയും പാരലലല്ല. ഈ ഷേപ്പിലുള്ള ക്വാഡ്രിലേറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രപ്പീസിയം. ഇനി ഇവിടെ തന്നെ ഒരു പെയറിന് പകരം 2 പെയേഴ്സും പാരലലാണെങ്കിൽ ആ ക്വാഡ്രിലേറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലലോഗ്രാം. അപ്പോൾ ഇവിടെ ഇതിന് ഇങ്ങനെ ഇത് രണ്ടും പാരലൽ,
ഇതും പാരലലാണെന്ന് വിചാരിക്കുക. അതായത് എ ബി സി ഡി. ഇവിടെ എ ബിയും ഡി സി ആണ് പാരലൽ ഉണ്ടായിരുന്നത്, എ ഡിയും ബി സിയും പാരലൽ അല്ല. പക്ഷേ ഇവിടെ നോക്കൂ, എ ബിയും ഡി സിയും പാരലലാണ് അല്ലേ. അതേമാതിരി എ ഡിയും ബി സിയും പാരലലാണ് കണ്ടോ. ഇങ്ങനെ രണ്ട് പാരലല്, ഇങ്ങനെ രണ്ട് പാരലല്, 2 pairs ഓഫ് സൈഡ്സ് പാരലലാണ്. അപ്പോൾ ആ തരം ക്വാഡ്രിലേറ്ററിനെ നമ്മളെന്ത് പറയും? പാരലലോഗ്രാം എന്ന് പറയും. ഇനി അടുത്തത് ഈ പാരലലോഗ്രാം തന്നെ. ഇപ്പോൾ ഈ പാരലലോഗ്രാം നോക്കൂ, ഡിഫറെൻ്റ് ആംഗിൾസ് ആണ് അല്ലേ, ഒന്നും റൈറ്റ് ആംഗിൾ ഇല്ല. പാരലലോഗ്രാമിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെ, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിളിൽ റൈറ്റ് ആംഗിളും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് റെക്റ്റാങ്കിളായി മാറി. നോക്കൂ, ഇതാ രണ്ട് പാരലൽ വരച്ചു, എ ബി ഇതന്നെ എ ബി സി ഡി. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം ഇതൊക്കെ 90 ഡിഗ്രിയാണ് അല്ലേ ഈ ആംഗിളെല്ലാം. അപ്പോൾ ഇതിനെ നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കും. ഈ ക്വാഡ്രിലേറ്ററിൽ റെക്റ്റാങ്കിളിൻ്റെ കണ്ടീഷൻ എന്താണ്? രണ്ട് സൈഡും പാരലലോഗ്രാം മാറി, രണ്ട് സൈഡ് പാരലലും ആവണം, സൈഡുകളുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവണം. ഇനി അടുത്ത് റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോംബസ് എന്ന് പറഞ്ഞൊരു ഷേപ്പ് ഉണ്ട്. അതെന്താ വെച്ചാൽ പാരലലോഗ്രാം തന്നെ ആവണം, പക്ഷേ സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആവണം. നമ്മൾ റെക്റ്റാങ്കിളും സ്ക്വയറും പറയില്ലേ, റെക്റ്റാങ്കിളിൻ്റെ എന്താ പ്രത്യേകത? രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ഒരേ ലെങ്ത് ആയിരിക്കും, മറ്റ് ഓപ്പോസിറ്റ് സൈഡ് അതും ലെങ്ത് ആയിരിക്കും, പക്ഷേ 4 സൈഡും ഈക്വൽ ആവില്ല. 4 സൈഡും ഈക്വൽ ആകുമ്പോൾ അതിനെ നമ്മൾ പറയും സ്ക്വയർ എന്ന് പറയും. അതേമാതിരി ഈ പാരലലോഗ്രാമിൻ്റെ ഇവിടെ രണ്ട് സൈഡല്ല, അപ്പോൾ ഈ സൈഡുകളും കൂടി പാരലലോഗ്രാമും ആവണം, സൈഡ് 4 സൈഡും ഈക്വൽ ലെങ്ത്തും ആവണം. അപ്പോൾ നമ്മളതിനെ റോംബസ് എന്ന് പറയും. നോക്കാം. അപ്പോൾ ഇത് തന്നെ ഇതാ, ഇതിനെയാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. ഈ റോംബസിൽ നമ്മളിങ്ങനെ തട്ടി ശരിയാക്കി കഴിഞ്ഞാൽ 90 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ എന്ത് വരും? അത് സ്ക്വയറായിട്ട് വരും. ഇതിങ്ങനെ ചെരിഞ്ഞേക്കണ കാണുന്നില്ലേ റോംബസ്? ഇതിൽ ഇത് പാരലോഗ്രാം ആവണമെന്നേ ഉള്ളൂ, 4 സൈഡ് ഈക്വൽ ആവണമെന്നേ ഉള്ളൂ, ആംഗിളിനെ കുറിച്ച് പറയുന്നില്ല റോംബസിൽ. പക്ഷേ ഇതിങ്ങോട്ട് ചെരിവ് നിർത്തി നേരെ സൈഡും 4 സൈഡും ഈക്വൽ ആക്കുക, ഇടയിലുള്ള ആംഗിളും 90 ഡിഗ്രി ആക്കുമ്പോൾ അതിനെ നമ്മൾ സ്ക്വയർ എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് 3 ഡയമെൻഷണൽ ഷേപ്സ്. എന്താണ് ഈ 3 ഡയമെൻഷണൽ ഷേപ്പ്? ഇപ്പോൾ നോക്കൂ, നമ്മളൊരു ലൈൻ വരച്ചു, ലൈൻ എ ബി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലൈൻ സെഗ്മെൻ്റ് എടുത്തു, ഈ ലൈനിൽ നിന്ന് ഒരു മുറിച്ചിട്ട് ലൈൻ സെഗ്മെൻ്റ് എടുത്തു, ലൈൻ സെഗ്മെൻറ്റ് എ ബി. ഈ ലൈൻ സെഗ്മെൻറ്റ് എ ബിയെ നമ്മൾ എങ്ങനെ, ഇതിന് എന്തുണ്ട്? ലെങ്ത്ത് മാത്രമേ ഉള്ളൂ അല്ലേ, വിഡ്ത്തില്ല. ഈ ലൈൻ സെഗ്മെൻറ്റ് പറഞ്ഞ സാധനത്തിന് അപ്പം നമ്മൾ പറയും ഒരു ഡയമെൻഷനേ ഉള്ളൂ, ഇത് 1 ഡയമെൻഷനാണ് ലെങ്ത്ത്. ആ ലൈൻ സെഗ്മെൻറ്റ് വീതി എത്രയാണ്, ബ്രെഡ്ത്ത് എത്ര വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരമില്ല. ലൈൻ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് 1 ഡയമെൻഷൻ. ഒരു 2 ഡയമെൻഷൻ ഫിഗർ എന്ന് പറയുമ്പോഴോ അതിന് ലെങ്ത്തും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എ ബി സി ഡി, ഈ റെക്റ്റാങ്കിൾ എ ബി സി ഡിക്ക് എ ബി സി ഡിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ഇത്രയാണ്, അപ്പോൾ 1 ഡയമെൻഷനായി. ഇങ്ങനെ ബ്രെഡ്ത്ത് എ ഡി, ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ഇത്രയാണ് എന്ന് പറയാം. അപ്പോൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് അങ്ങനെ 2 ഡയമെൻഷൻ, അതിനാണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മളൊരു 2 ഡയമെൻഷണൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് 3 ഡയമെൻഷൻ? 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും, ഹൈറ്റും ഉണ്ടാവും. ഒരു സാധനത്തിന് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതന്നെ അപ്പോഴാണ് നമ്മൾ 3 ഡയമെൻഷണൽ ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ 3 ഡയമെൻഷണൽ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ബോർഡിൽ വരയ്ക്കാൻ വേറെ ടെക്നിക്ക് വേണ്ടി വരും, സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം കാണിച്ചു തരാം.
ഇതാ ഇതൊരു തീപ്പെട്ടിയാണ്. ഇതൊരു 3 ഡയമെൻഷനല്ലേ. ഇതിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട് ഇവിടെ അല്ലേ, ലെങ്ത്ത് ബ്രെഡ്ത്ത്. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ഡയമെൻഷൻ എന്താ, ഹൈറ്റ്. കണ്ടോ, ഇത് ഹൈറ്റാണ്, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ വരയ്ക്കാം? ഇത് വരയ്ക്കാൻ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക, ഒരു ക്യൂബ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെ കാണിക്കും. കണ്ടോ അല്ലേ? ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ചതുരക്കട്ടയാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവണം. ഈ രീതിയിലാണ് 3 ഡയമെൻഷണൽ ഷേപ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. 2 ഡയമെൻഷണൽ ഷേപ്പും 1 ഡയമെൻഷണൽ ഷേപ്പും വരയ്ക്കാൻ ഈസി ആയിട്ട് പറ്റും. 3 ഡയമെൻഷനിലപ്പോൾ നമ്മൾ അതൊന്നും ഈ രീതിയിൽ ചിത്രീകരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ഡയമെൻഷൻ ഷേപ്പിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഫേസ് ഉണ്ടാവും, എഡ്ജ് ഉണ്ടാവും, വെർട്ടെക്സ് ഉണ്ടാവും. വെർട്ടെക്സ് നമുക്കറിയാം അല്ലേ, ഇതൊക്കെ വെർട്ടെക്സുകളാണ്. ഈ മൂലയൊക്കെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഫേസ് എന്ന് പറയുന്നത് ഈ കട്ട, അതാ ഇങ്ങനെ ഇതൊരു ഫേസാണ്, ഇത് വേറെ ഫേസാണ്. പിന്നെ എഡ്ജ് എന്ന് പറയുന്നതല്ലോ ഇത് 2 ഫേസ് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ലൈനിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെൻറ്റിനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഈ തീപ്പെട്ടിനെ നമുക്ക് ഉദാഹരണം എടുക്കാം. ഇതൊരു ഫേസാണ് കണ്ടോ, തിരിച്ച് ഇത് വേറൊരു ഫേസ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു ഫേസ്, ഈ റെക്ടാങ്കുലർ ഷേപ്പ് ഉണ്ടല്ലോ ഇതും ഒരു ഫേസാണ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിൾ ഇതും ഒരു ഫേസാണ് അല്ലേ. ഇതിൽ വെർട്ടെക്സ് പറഞ്ഞാലോ ഈ ഓരോ മൂല കണ്ടോ, ഈ കോർണറിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഇതൊക്കെ വെർട്ടെക്സുകളാണ്. പിന്നെ എഡ്ജ് എന്ന് പറഞ്ഞാലോ 2 ഫേസ് ചേർന്ന് വരുമ്പോൾ ഇതൊരു ഫേസ് അല്ലേ, ഇതൊരു ഫേസ് മുകളിലത്തെ. ഈ 2 ഫേസും എവിടെ കൂട്ടിമുട്ടുന്നത്, ഈ ലൈൻ സെഗ്മെൻ്റാണ് അല്ലേ, ഈ ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നു. ഇതൊരു എഡ്ജ്, ഇതൊരു എഡ്ജ്, ഈ ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ എഡ്ജ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി കുറേ 3 ഡയമെൻഷണൽ ഷേപ്സ് നമുക്ക് പരിചയപ്പെടാം. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷേപ്പിലുള്ള, പക്ഷെ കണ്ടീഷൻ എന്താണ്, ഈ സൈഡും എല്ലാ സൈഡും ഈക്വൽ ആവണം. അങ്ങനെയുള്ളതിനെ നമ്മൾ ക്യൂബ് എന്ന് പറയും. അപ്പോൾ ഒരു ക്യൂബിൻ്റെ അടിയിലൊരു സ്ക്വയർ ആയിരിക്കും അല്ലേ, മുകളിലും ഒരു സ്ക്വയർ ആയിരിക്കും. സൈഡ് എല്ലാ സൈഡും ഒരേ ലെങ്ത്ത് കിട്ടുന്ന ഇതിനാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. ഇത് തന്നെ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാലോ, ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനൊരു പെട്ടി, ഇങ്ങനൊരു ബോക്സ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുമ്പോൾ അതിനെ നമ്മൾ ക്യൂബോയിഡ് എന്ന് വിളിക്കും. ഒരേ ഈക്വൽ ഇതാണെങ്കിൽ ക്യൂബ് എന്ന് വിളിക്കും. റെക്റ്റാങ്കിൾ ഫേസസിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ക്യൂബോയിഡ് എന്ന് വിളിക്കും. ഇനി എന്താണ് സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ എന്താണ്, 2 സർക്കുലർ ഷേപ്പ് എൻഡിലും ഉണ്ടോ ഒരു കുഴലുമാരി. ഇതിനെ നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയും. നമുക്കറിയാൻ പറ്റില്ല എങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പ്. ഇപ്പോൾ റൗണ്ടിലുള്ള പെൻസിൽ, അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, റൗണ്ടായിരിക്കണം, റൗണ്ട് പെൻസില്. പിന്നെ പൈപ്പുകളൊക്കെ പോവില്ലേ ഈ വെള്ളത്തിൻ്റെയൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ, അതൊക്കെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പൈപ്പുകളുണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും, ക്യൂബിന് എന്താ എക്സാമ്പിൾ ഉള്ളത്, ചതുരക്കട്ടയായിട്ട് നമുക്ക് പല ഉപകരണങ്ങളുണ്ട് അല്ലേ. വെയിറ്റ് പേപ്പർ വെയിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കും ചില കട്ടയുള്ളത്. പിന്നെ ക്യൂബോയിഡ് ആണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അല്ലേ. ബോക്സുകളൊക്കെ മിക്കവാറും ക്യൂബോയിഡ് ആയിരിക്കും. സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുട്ബോൾ, റൗണ്ടിലുള്ളൊരു ബോൾ, അതാണ് സ്ഫിയർ. അതിന് ഈ പറഞ്ഞ എഡ്ജും ഉണ്ടാവില്ല, വെർട്ടെക്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് നമുക്കിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനേ പറ്റുള്ളൂ. ഈ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെറുതെ കാണിക്കാം. ഒരു ബോളിൻ്റെ ഷേപ്പിലുള്ളത്, അതിനാണ് നമ്മൾ സ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കോണിക്കൽ ഷേപ്പ് എന്നൊക്കെ പറയുന്നത്. കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അടിഭാഗത്ത് ഒരു സർക്കുലർ ഷേപ്പിലൊരു ഫേസ് ഉണ്ടാവും.
അത് കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ. ഇത് നമുക്ക് വളരെ, ഇതിനാണ് കോണിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗോപുരമാതിരി അടിഭാഗത്ത്. ഇത് വളരെ നമുക്ക് പരിചയമുള്ള സാധനമാണ്. എന്താണ്? കോൺ ഐസ്ക്രീം കണ്ടിട്ടില്ലേ? കോൺ ഐസ്ക്രീമിൽ ഇങ്ങനെയല്ലേ വരിക, കോണിക്കൽ ഷേപ്പിലല്ലേ വരിക. നമുക്ക് നല്ല പരിചയമുള്ളൊരു ഷേപ്പാണ് ഈ കോൺ. പിന്നെ അടുത്ത ഒരു ഷേപ്പിൻ്റെ പേരാണ് പ്രിസം. പ്രിസം എന്താണ്? ഇങ്ങനെ ഒരു അറ്റത്തൊരു ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. രണ്ടറ്റത്ത് ട്രയാങ്കുലർ ഷേപ്പ്, നടുവിൽ ഇങ്ങനെ. ഈ ഷേപ്പിലുള്ള സാധനത്തിനാണ് നമ്മൾ പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ കാലിഡോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ? കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ നിറങ്ങളുള്ള ഗിൽറ്റ് പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കലക്കി കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പലതരം ഡിസൈൻസ് കാണാൻ പറ്റും. അതിനാണ് കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നുമില്ല കാലിഡോസ്കോപ്പ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിറക് വെക്കാൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓലയുണ്ട് ഇങ്ങനെ ഈ ഷേപ്പിലൊരു ഇത് വയ്ക്കും. അപ്പോൾ ഈ ഗ്രൗണ്ടും ഇതും കൂടി ചേർന്നിട്ട് അത് ഈ പറയുന്ന പ്രിസം ഷേപ്പിലാണ് വരിക. പ്രിസം ഇങ്ങനെ രണ്ട് ഫേസ്, അതിൻ്റെ നടുവിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ മീതെ അതിരിക്കുന്നു. അതിനാണ് നമ്മൾ പ്രിസം എന്ന് പറയുന്നത്. പിന്നെ പിരമിഡ് എന്താണ്? പിരമിഡ്, ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പിരമിഡ് എന്താണ്? ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി ഫോം ആവുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ പിരമിഡ് എന്ന് പറയുക. പിന്നെ ഈ 3 ഡയമെൻഷൻ ഷേപ്പിനൊക്കെ ഒരു ബേസ് ഉണ്ടാവും, എക്സെപ്റ്റ് സ്ഫിയറിന് ബേസിൽ ഉരുണ്ട് പോകും. ബാക്കിയുള്ളതിനൊക്കെ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ ഒരു കോണിനാണെങ്കിൽ ഈ സർക്കുലർ ഷേപ്പിലുള്ള അടിഭാഗത്തുള്ളതാണ് അതിൻ്റെ ബേസ്. ആ ബേസിലാണ് അത് ഇരിക്കുക. ഇങ്ങനെ വെച്ചാൽ ഇരിക്കില്ല, അറ്റം കൂടുതൽ സ്ഥലത്ത് വീഴും. അപ്പോൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ബേസ്. പിന്നെ പ്രിസത്തിനാണെങ്കിലോ അടിഭാഗത്തൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കാണില്ല, അതാണ് അതിൻ്റെ ബേസ്. പിന്നെ നമ്മൾ പിരമിഡിനൊക്കെ ഒരു സിംഗിൾ ബേസേ ഉള്ളൂ, ഇതാണ് ബേസ് അല്ലേ. നേരെ മറിച്ച് ഒരു ക്യൂബോയിഡിനെ ഏത് നമുക്ക് ബേസാക്കാം അല്ലേ. സിംഗിൾ ബേസ് അല്ല, ഇത് ബേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ ഇത് ബേസ് എന്ന് പറയാം, ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ അത് ബേസ് എന്ന് പറയാം. കുറേ ബേസുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ കോണിക്കൽ ഷേപ്പിനൊക്കെ ഒറ്റ ബേസേ ഉണ്ടാവുള്ളൂ. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന് നമ്മൾ പൈപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, സിലിണ്ടറിക്കൽ ഷേപ്പിന് എത്ര ഫേസ് ഉണ്ടാവും? 2 ഫേസ് ഉണ്ടാവും, രണ്ടറ്റത്ത്. നടുവിലിങ്ങനെ റൗണ്ടിലല്ലേ, അപ്പോൾ നമുക്ക് അത് ഫേസ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടറ്റത്ത് ഓരോ ഫേസ് ഉണ്ടാവും. ഈ സിലിണ്ടർ, കോൺ, സ്ഫിയർ, ഇത് മൂന്നിനും ഒരു പ്രത്യേകത എന്താണ്? ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് അതിനെ ഒരു സ്ട്രെയിറ്റ് എഡ്ജില്ല അല്ലേ. ബാക്കി ഇതിനൊക്കെ ഒരു എഡ്ജ് എന്നുള്ളതുണ്ട്. സ്ഫിയറിന് എഡ്ജ് ഉണ്ടോ? ഇല്ല. കോണിക്കൽ ഇതിന് എഡ്ജ് ഉണ്ടോ? സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ടോ? ഇല്ല. എല്ലാം ഈ എഡ്ജുകളൊക്കെ റൗണ്ടിലാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിനും സ്ട്രെയിറ്റ് എഡ്ജസ് ഇല്ലാത്തതാണ്. ഓക്കെ, ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോട്, ഈ ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറയുകയും അവരെ കൊണ്ട് കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.